അപ്പോഴേ പള്ളിയിൽ നിന്ന് ഒലുഹിയത്തിൻ്റെ ഇറച്ചി കിട്ടിയത് ഇന്നത്തടം കൊണ്ട് തീർന്നു കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഞാൻ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇറച്ചി നല്ലതുപോലെ കഴുകി ഒഴുക്കുവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വെള്ളം തോരാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇതിൽ നിന്നൊരു നല്ല കുറച്ച് പീസ് പറക്കി മാറ്റുന്നുണ്ട്. എന്തിനെന്നറിയാവോ? കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കറിയാക്കി എടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ആ കറിയിലങ്ങ് ഓടിക്കോളും. ഇപ്പം മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ ഒരു ദിവസം അങ്ങനെ അങ്ങ് കഴിയും. അങ്ങനെ ഞാൻ റോസ്റ്റ് ചെയ്യാനുള്ളതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സാക്കിയിട്ട് കുക്കറിലോട്ട് മാറ്റി ഒരു 4 വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു 90% വെന്ത് കിട്ടും. ഇനി ആ സ്റ്റോക്കോടുകൂടി തന്നെ ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം മസാലപ്പൊടിയൊക്കെ ചേർത്ത് വെള്ളം നല്ലതുപോലെ വറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പെരിഞ്ചീരകവും നല്ലതുപോലെ ചതച്ചതും ചേർത്ത് നല്ലതുപോലെ വരട്ടി വെള്ളമൊക്കെ വറ്റിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് വരട്ടിയത് റെഡിയായി കിട്ടും. അതിൻ്റോടൊപ്പം തന്നെ ഞാൻ ബീഫ് കറിയും ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഒരട്ടിയും ബീഫ് കറിയും ബീഫ് വരട്ടിയതുമായിരുന്നു. അപ്പോൾ ഇന്നത്തടം കൊണ്ട് നമ്മുടെ പെരുന്നാളിൻ്റെ ഇറച്ചി പങ്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.